ഹായ്, എല്ലാവർക്കും പ്ലൂട്ടോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ CPOയുടെ കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതൊരു റിവിഷനായിട്ട് കണക്കാക്കുക. അപ്പോൾ ടൈമുകളായത് നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. അപ്പോൾ ചോദ്യം 1, ഒരാൾ അശ്രദ്ധ മൂലം ജീവന് ആപത്കരമായ മാരക അസുഖം പടർത്താൻ ഇടയാക്കിയാൽ ആയത് കുറ്റകരമാണ് എന്ന് വിശദമാക്കുന്ന IPC വകുപ്പ് ഏതാണ്? ചോദ്യം ഒന്നുകൂടി പറയാം. ഒരാൾ അശ്രദ്ധ മൂലം ജീവന് ആപത്കരമായ അസുഖം പടർത്താൻ ഇടയാക്കിയാൽ ആയത് കുറ്റകരമാണ് എന്ന് പറയുന്ന IPCയിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 269. അപ്പോൾ ഒരാൾ അശ്രദ്ധ മൂലം ജീവന് ആപത്കരമായ മാരക അസുഖം പടർത്താൻ ഇടയാക്കിയാൽ ആയത് കുറ്റകരമാണ് എന്ന് വിശദമാക്കുന്ന IPCയിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 269. അടുത്ത ചോദ്യം, സ്ത്രീധന മരണത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്ന IPCയിലെ വകുപ്പ് ഏതാണ്? സ്ത്രീധന മരണത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്ന IPCയിലെ വകുപ്പ് ഏതാണ്? അത് 304(b)(2) അപ്പോൾ സ്ത്രീധന മരണത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന IPCയിലെ വകുപ്പ് ഏതാണ്? 304(b) ആണ്. ഒരു സ്ത്രീ ഗർഭിണിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവരുടെ ജീവൻ രക്ഷിക്കാനായല്ലാതെ ഗർഭഛിദ്രം നടത്തുന്നത് കുറ്റകരമാകുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? അപ്പോൾ ഒരു സ്ത്രീ ഗർഭിണിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവരുടെ ജീവൻ രക്ഷിക്കാനായിട്ട് അല്ലാതെ ഗർഭഛിദ്രം നടത്തുന്നത് കുറ്റകരമാണ് എന്ന് പറഞ്ഞിട്ടുള്ള IPCയിലെ വകുപ്പ് ഏതാണ്? അത് സെക്ഷൻ 312 ആണ്. അപ്പോൾ ഒന്നുകൂടി പറയാം. ഒരു സ്ത്രീ ഗർഭിണിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവരുടെ ജീവൻ രക്ഷിക്കാനായല്ലാതെ ഗർഭഛിദ്രം നടത്തുന്നത് കുറ്റകരമാണ് എന്ന് പറയുന്ന IPCയിലെ വകുപ്പ് ഏതാണ്? അത് സെക്ഷൻ 312 ആണ്. അടുത്ത ചോദ്യം, ഒരാൾ മറ്റൊരാൾക്ക് ശരീരത്തിൽ മുറിവോ എന്തെങ്കിലും അസുഖമോ ഉണ്ടാക്കുന്നതിനെ IPC 319 വകുപ്പ് പ്രകാരം നിർവചിച്ചിരിക്കുന്നത് എന്താണ്? ചോദ്യം ഒന്നുകൂടി പറയാം. ഒരാൾ മറ്റൊരാൾക്ക് ശരീരത്തിൽ മുറിവോ എന്തെങ്കിലും അസുഖമോ ഉണ്ടാക്കുന്നതിനെ IPC 319 വകുപ്പ് പ്രകാരം പറഞ്ഞേക്കുന്നത് എന്താണ്? അത് മുറിവ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 319 കറക്റ്റായിട്ട് വായിച്ച് നോക്കി കഴിഞ്ഞാൽ അത് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഒരാൾ മറ്റൊരാൾക്ക് ശരീരത്തിൽ മുറിവോ എന്തെങ്കിലും അസുഖമോ ഉണ്ടാക്കുന്നതിനെ IPC 319 വകുപ്പ് പ്രകാരം നിർവചിച്ചിരിക്കുന്നത് എന്താണ്? അത് മുറിവ് എന്നാണ് നിർവചിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യമാണ്, രവിയും മധുവുമായുള്ള തർക്കത്തിനിടയിൽ മധു രവിയെ അടിക്കുകയും രവിയുടെ ഇടതു ചെവിയുടെ കേൾവി പൂർണ്ണമായി നഷ്ടപ്പെടുകയും ചെയ്തു. മധുവിൻ്റെ പ്രവൃത്തി IPCയുടെ ഏത് വകുപ്പിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടുത്തുന്നു? ഒരു നല്ലൊരു ചോദ്യമാണ്. ഒന്നുകൂടി പറയാം. രവിയും മധുവുമായുള്ള തർക്കത്തിനിടയിൽ മധു രവിയെ അടിക്കുകയും രവിയുടെ ഇടതു ചെവിയുടെ കേൾവി പൂർണ്ണമായി നഷ്ടപ്പെടുകയും ചെയ്തു. മധുവിൻ്റെ പ്രവൃത്തി IPCയുടെ ഏത് വകുപ്പിൽ പറയുന്നു? ഏത് വകുപ്പിൽ ഉൾപ്പെടുത്തും? സെക്ഷൻ 320 ഉൾപ്പെടുത്തും. അപ്പോൾ ഒന്നുകൂടി പറയാം. രവിയും മധുവുമായുള്ള തർക്കത്തിനിടയിൽ മധു രവിയെ എന്ത് ചെയ്തു? അടിച്ചു. രവിയുടെ ഇടതു ചെവിയുടെ കേൾവി എന്ത് ചെയ്തു? പൂർണ്ണമായി നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ മധുവിൻ്റെ പ്രവൃത്തി IPCയുടെ ഏത് വകുപ്പിൻ്റെ നിർവചനത്തിൽ പെടുന്നു? സെക്ഷൻ 320 നിർവചനത്തിൽ പെടുന്നു. അപ്പോൾ ഈ 320 എന്താണെന്ന് ഇപ്പോൾ അറിയാത്തവർക്ക് കറക്റ്റ് ആ ടൈമിൽ നമ്മൾ ഈ പറയുന്ന സമയത്ത് തന്നെ പോസ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വരിക. അടുത്ത ചോദ്യം, നിയമവിരുദ്ധമായ സമ്മേളനത്തിൽ മാരകായുധവുമായി പങ്കെടുക്കുന്ന വ്യക്തിയെ CRPCയുടെ ഏത് വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യാൻ കഴിയും? ചോദ്യം ഒന്നുകൂടി. നിയമവിരുദ്ധമായ സമ്മേളനത്തിൽ മാരകായുധവുമായി പങ്കെടുക്കുന്ന വ്യക്തിയെ CRPCയുടെ ഏത് വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യാൻ കഴിയും? സെക്ഷൻ 41 പ്രകാരമാണ്. അപ്പോൾ നിയമവിരുദ്ധമായ സമ്മേളനത്തിൽ മാരകായുധവുമായി പങ്കെടുക്കുന്ന വ്യക്തിയെ CRPCയുടെ ഏത് വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യാൻ പറ്റും? സെക്ഷൻ 41 പ്രകാരം. അടുത്ത ചോദ്യം, ഒരു വ്യക്തി ബലമുപയോഗിച്ച് അറസ്റ്റ് തടയാൻ ശ്രമിക്കുകയോ അറസ്റ്റ് നിരസിക്കുകയോ ചെയ്താൽ അയാളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് സാധ്യമായ എല്ലാ വഴിയും സ്വീകരിക്കാമെന്ന് പറയുന്ന CRPCയിലെ വകുപ്പ് ഏതാണ്? ചോദ്യം ഒന്നുകൂടി. ഒരു വ്യക്തി ബലമുപയോഗിച്ച് അറസ്റ്റ് തടയാൻ ശ്രമിക്കുകയോ അറസ്റ്റ് നിരസിക്കുകയോ ചെയ്താൽ അയാളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് സാധ്യമായ എല്ലാ വഴിയും സ്വീകരിക്കാം എന്ന് പറയുന്ന CRPCയിലെ വകുപ്പ് ഏതാണ്?
അത് സെക്ഷൻ 46-ൽ 2 അപ്പോൾ സെക്ഷൻ 46-ൽ 2 അതിനെക്കുറിച്ച് പറയുന്നത്. അടുത്ത ചോദ്യം, ഒരു വ്യക്തിക്കുള്ള സമൻസ് അയാളുടെ വീട്ടുജോലിക്കാരൻ കൈവശം നൽകിയാൽ ആയതിനെ സമൻസ് നൽകിയതായി കണക്കാക്കുകയില്ല എന്ന് പറയുന്ന CRPCയിലെ വകുപ്പ് ഏതാണ്? ചോദ്യം ഒന്നുകൂടി പറയാം. ഒരു വ്യക്തിക്കുള്ള സമൻസ് അയാളുടെ വീട്ടുജോലിക്കാരൻ കൈവശം നൽകിയാൽ ആയതിനെ സമൻസ് നൽകിയതായി കണക്കാക്കുകയില്ല എന്ന് പറയുന്ന CRPCയിലെ വകുപ്പ് ഏതാണ്? അത് സെക്ഷൻ 64. അടുത്ത ചോദ്യം, മരണമൊഴിയുടെ വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ തെളിവ് നിയമത്തിലെ വകുപ്പ് ഏതാണ്? മരണമൊഴിയുടെ വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ തെളിവ് നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 32. അപ്പോൾ മരണമൊഴിയുടെ വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ തെളിവ് നിയമത്തിലെ വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് സെക്ഷൻ 32. അപ്പോൾ ഇന്ന് പറഞ്ഞ ചോദ്യങ്ങൾ നമുക്ക് ആദ്യം മുതൽ പറയാം. ഒരാൾ അശ്രദ്ധ മൂലം ജീവന് ആപത്കരമായ മാരക അസുഖം പടർത്തുവാൻ ഇടയാക്കിയാൽ ആയത് കുറ്റകരമാണെന്ന് പറയുന്ന IPC വകുപ്പ് ഏതാണ്? അത് സെക്ഷൻ 269. സ്ത്രീധന മരണത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്ന IPC വകുപ്പ് സെക്ഷൻ 304B ക്ലോസിൽ 2. ഒരു സ്ത്രീ ഗർഭിണിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവരുടെ ജീവൻ രക്ഷിക്കാനായിട്ട് അല്ലാതെ ഗർഭഛിദ്രം നടത്തുന്നത് കുറ്റകരമാകുന്നു എന്ന് പറയുന്ന IPCയിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 312. ഒരാൾ മറ്റൊരാൾക്ക് ശരീരത്തിൽ മുറിവോ എന്തെങ്കിലും അസുഖമോ ഉണ്ടാക്കുന്നതിനെ IPC 319 വകുപ്പ് പ്രകാരം നിർവചിച്ചിരിക്കുന്നത് എന്തെന്നാണ്? അത് മുറിവ് എന്നാണ് നിർവചിച്ചിരിക്കുന്നത്. രവിയും മധുവുമായുള്ള തർക്കത്തിനിടയിൽ അപ്പോൾ ആ ചോദ്യം നമുക്ക് ഒന്നുകൂടി നോക്കാം. രവിയും മധുവുമായുള്ള തർക്കത്തിനിടയിൽ മധു രവിയെ അടിക്കുകയും രവിയുടെ ഇടതു ചെവിയുടെ കേൾവി പൂർണ്ണമായി നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ മധുവിൻ്റെ പ്രവൃത്തി IPCയുടെ ഏത് വകുപ്പിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടുത്തുന്നു? അത് സെക്ഷൻ 320 വരുന്നത്. അടുത്ത ചോദ്യം, നിയമവിരുദ്ധമായ സമ്മേളനത്തിൽ മാരകായുധവുമായി പങ്കെടുത്ത വ്യക്തിയെ CRPCയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് അറസ്റ്റ് ചെയ്യാൻ കഴിയുക? സെക്ഷൻ 41. ഒരു വ്യക്തി ബലം ഉപയോഗിച്ച് അറസ്റ്റ് തടയാൻ ശ്രമിക്കുകയോ അറസ്റ്റ് നിരസിക്കുകയോ ചെയ്താൽ അയാളെ അറസ്റ്റ് ചെയ്യുവാൻ പോലീസിന് സാധ്യമായ എല്ലാ വഴിയും സ്വീകരിക്കാം എന്ന് പറയുന്ന CRPCയിലെ വകുപ്പ് ഏതാണ്? അത് സെക്ഷൻ 46. അടുത്ത ചോദ്യം, ഒരു വ്യക്തിക്കുള്ള സമൻസ് അയാളുടെ വീട്ടുജോലിക്കാരൻ കൈവശം നൽകിയാൽ ആയതിനെ സമൻസ് നൽകിയതായി കണക്കാക്കാനാകില്ല എന്ന് പറയുന്ന വകുപ്പ് ഏതാണ്? അത് CRPCയിലെ സെക്ഷൻ 64. ലാസ്റ്റ് പറഞ്ഞ ചോദ്യം, മരണമൊഴിയുടെ വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ തെളിവ് നിയമത്തിലെ വകുപ്പ് അതേതാണ്? അത് സെക്ഷൻ 32. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്.